ഹലോ ഗൈസ്, ഹൗ ആർ യു ഓൾ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ് കേട്ടോ, ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ബർത്ത്ഡേ ഗ്ലോപ്പിന് വേണ്ടി വന്നാണ്. അപ്പോൾ ഓരോ സർവീസിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തേത് ഒരു ടിപ്പിക്കൽ വ്ളോഗാണ്, എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഹെയർ കട്ടും പിന്നെ മറ്റ് കുറച്ച് സർവീസുകളൊക്കെ ഞാൻ സ്ഥിരം വരുന്ന പാർലറിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ഡേ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പട്ടും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഒരു പകുതി ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഹെയർ കട്ടൊക്കെ ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. സ്ഥിരം ചെയ്യുന്ന ആ ഒരു ബോബ് കട്ടിൽ നിന്ന് ഒരു മാറ്റം വരുത്തി ഒരു ലേയേർഡ് സ്റ്റെപ്പ് കട്ട് അല്ലെങ്കിൽ ഒരു ബോബ് സ്റ്റൈൽ തന്നെ അലോങ് വിത്ത് സ്റ്റെപ്പ് കട്ട് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു. എൻ്റെ പെഡിക്യൂർ ചെയ്തു. ഇതിൻ്റെയും വീഡിയോ, ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. മാനിക്യൂറൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുതിയ നെയിൽസ് എങ്ങനെയുണ്ടെന്ന് പറയാം, കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനിതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആവശ്യമാണോ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു മീ ടൈം, വീട്ടിൽ മീ ടൈം ആവാം. അത് പോരാതെ തന്നെ ഒരു സെൽഫ് പാമ്പറിങ്ങിനും സെൽഫ് കെയറിനും വേണ്ടിയിട്ട് ഇതുപോലെ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ സലൂണിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ് അല്ലേ. നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പോവാനായിട്ട് ആ ഒരു കുറച്ച് സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കിങ്ങനെ കാലും ബോഡി മസാജും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. നമ്മളെല്ലാം മറന്നിങ്ങനെ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്നർ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ലൈഫിന് ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. നെയിൽസിൽ അടിക്കാൻ വേണ്ടി ഞാനൊരു പച്ച കളറാണ് ചൂസ് ചെയ്തത്. അത് റോങ് ആയിപ്പോയെന്ന് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായി. ഇത് ഫേഡായി തുടങ്ങിയപ്പോൾ നല്ല ബോറായിരുന്നു കാണാൻ. പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് പട്ടു ബേബി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കാണിച്ചു തരാം. മിനീസോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മാല കമ്മൽ സെറ്റാണ്. ഇത് മെയിനായിട്ട് അവൻ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് അനിമൽ പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇത് ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു വാച്ച് വന്നിട്ട് എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അച്ഛൻ എപ്പോഴും എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും വാച്ചാണ് വാങ്ങിത്തരാം. പണ്ട് അച്ഛൻ അങ്ങനെയാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എനിക്ക് എപ്പോഴും വാങ്ങിത്തരുന്നത്, അതായത് ലാസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും. പിന്നെ ഇത് വാസു വാങ്ങിച്ചു മൈക്കിൾ കോഴ്സിൻ്റെ ഒരു വാച്ചാണ്. ഇത് മിന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇത് വാസു എഗെയിൻ വാങ്ങിച്ചു തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. കോച്ചിൻ്റെ ഒരു ഹാൻഡ് ബാഗ്, സ്ലിംഗ് ബാഗ്, നല്ല വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വരുന്ന ഒരു ലക്ഷറി ബാഗാണ്. അപ്പോൾ ഇതും നമ്മൾ ആജിയോ ലക്ഷി എന്നാണ് വാങ്ങിച്ചത്. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോറിൻ ഐറ്റംസൊക്കെ ആജിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം വീട്ടിലൊക്കെ എത്തി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. ഒരു പബ് ആൻഡ് ബാറിലേക്കാണ് വന്നത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ബാരീസ് സ്കൈ ലോഞ്ച് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. ഇതൊരു സ്കൈ ലോഞ്ച് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് മേലെ റൂഫ് ടോപ്പിലായിരുന്നു സെറ്റപ്പ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 4th ഫ്ലോറിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. നല്ല യമ്മി ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് പട്ടുമാണ് ചൂസ് ചെയ്തത്. ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ സൺഡേ ആണ് ഈ പ്രാവശ്യം വന്നത്. അപ്പോൾ സാറ്റർഡേ നൈറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി DJ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പൊളി മൂഡായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചൊരു പകുതിയായതിനു ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോകാൻ നേരം ആയപ്പോഴാണ് എല്ലാവരും ഡാൻസ് ഫ്ലോറിലോട്ട് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഞാനും വാസും കുറച്ച് നേരം അവിടെ ഡാൻസൊക്കെ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു എൻ്റെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.